ഹായ് ഗായ്സ്, ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഉണ്ടല്ലോ മലേഷ്യയുടെ ഹൃദയത്തിലേക്കാണ് കേട്ടോ ഞാൻ കൊണ്ടുപോകുന്നത്. വേറെ എങ്ങോട്ടുമല്ല, പുക്കിറ്റ് പിൻറ്റാങ്. ഇത് കേവലം ഒരു സിറ്റി സ്ട്രീറ്റ് അല്ല, ഇതൊരു വൈബ്രൻറ്റ് ലൈഫ് സ്റ്റൈൽ എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. കൊലാലംപൂരിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പുക്കിറ്റ് പിൻറ്റാങ്. ഇവിടെ ഒന്ന് വന്നാലേ മതിയാകുള്ളൂ കേട്ടോ. പകലായാലും രാത്രിയായാലും എപ്പോഴും ഫുൾ ഓഫ് ലൈഫാണ് ഈ ഒരു സ്ട്രീറ്റ്. ഇവിടെ വന്ന് നമുക്ക് ആദ്യമേ കിട്ടുന്നൊരു സ്മെല്ലുണ്ട്. അതെ, ജലാൻ അലോർ ഫുഡ് സ്ട്രീറ്റിൻ്റെ സുന്ദരമായ സ്ട്രീറ്റ് ഫുഡ് സ്മെൽ. ചൈനീസ്, തായ്, മലയ്, ഇന്ത്യൻ അതിരുകളില്ലാത്ത രുചികൾ പകരുന്ന ഒരു ഒത്തുചേരലാണ് ഇതെല്ലാം കൂടി. ഈ കാണുന്ന പോലും ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബീഫ് റൊട്ടിക്ക് വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് കേട്ടോ. അങ്ങനെ നമ്മളും മുന്നോട്ട് പോയി സ്ട്രീറ്റ് ഫുഡ് കഴിക്കാനായിട്ട്. നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തത് ഒരു ചിക്കൻ സെച്ചുവാനാണ്. അത് നമ്മുടെ യൂറോപ്പിൽ കിട്ടുന്ന പോലെയേ അല്ല കേട്ടോ. ഇവിടെ വളരെ ഡ്രൈ ആയിട്ടുള്ള ഡിഷാണ് ചിക്കൻ സെച്ചുവാൻ. കുറേ വറ്റൽമുളകും ചിക്കനും എല്ലാം കൂടി ഒരുമിച്ച് അവർ വറുത്തെടുക്കുന്നൊരു സംഭവം ദേ കണ്ടോ, അത് തന്നെ. അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചൈനീസ് വെജിറ്റബിൾസും പിന്നെ ഞങ്ങൾ ഒരു ഡിംസും ചിക്കൻ സ്ക്വേഴ്സ് അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം മേടിച്ചിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളിത് ഈ ഒരു ഡ്രിങ്ക് മേടിച്ചു. ഈ ഡ്രിങ്ക് മേടിച്ചിട്ട് ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പ്രതീക്ഷിച്ചൊരു ടേസ്റ്റേ അല്ലായിരുന്നു ഈ ഒരു ഡ്രിങ്കിന്. കണ്ടില്ലേ എൻ്റെ മുഖം ഇരിക്കുന്നത്? അതിൻ്റെ അകത്ത് ജെല്ലി പോലെ എന്തോ സാധനം ഉണ്ടായിരുന്നു. അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇവിടുത്തെ ചില കഫേകൾ തന്നെയാണ് ഹോട്ട്സ്പോട്ട്സ്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമേഴ്സിൻ്റെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്. എവറി കോർണർ, എവറി സ്ട്രീറ്റ് ഒരു ഫോട്ടോഷൂട്ട് വൈബ് തന്നെ ഉണ്ടാകും. ഷോപ്പിംഗ് പ്രേമികൾക്ക് പുക്കിറ്റ് പിൻറ്റാങ് ഒരു സ്വർഗം തന്നെയാണ് കേട്ടോ. വേറെ ഒന്നുകൊണ്ടല്ല, അവിടെ പവിലിയൻ KL, ലോട്ട് 10, ഫാരൻഹൈറ്റ് 88, സുങ്കായ് വാങ് പ്ലാസ, ലക്ഷറി ബ്രാൻഡ്സ് മുതൽ ബഡ്ജറ്റ് ഷോപ്പിംഗ് വരെ ഇവിടെ എല്ലാം കിട്ടും. പുക്കിറ്റ് പിൻറ്റാങ് ഒരു മസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ കൊലാലംപൂർ വരുമ്പം തീർച്ചയായിട്ടും ഈ ഒരു സ്ട്രീറ്റ് കാണാതെ പോകരുത് കേട്ടോ. ഇത്രയും എനർജിയും കളർഫുള്ളും ആൻഡ് ഫൺ പ്ലേസുമായിട്ടുള്ള സ്ഥലം അടിപൊളിയാണ്. മാത്രമല്ല യൂറോപ്യൻസിന് വന്നു കഴിഞ്ഞാൽ നല്ല എക്സോട്ടിക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോയോടുകൂടി നമുക്ക് വീണ്ടും കാണാം. Until then, take care. Bye bye.